അന്ന് വൈകുന്നേരം പതിവ് പോലെ കോളേജ് കഴിഞ്ഞ് സിദ്ധാർത്ഥ് വരാൻ അല്പം വൈകാറുണ്ട്. ഗൗരി അതുവരെ സിദ്ധാർത്ഥിനെയും കാത്ത് പുറത്തു നിൽപ്പാണ് പതിവ്. അന്നും അങ്ങനെ നിൽക്കുമ്പോൾ ആയിരുന്നു കാഞ്ചന മിസ് അവൾക്ക് അരികിലേക്ക് വന്നത്. ഹായ് ഗൗരി. ഹായ് മാം. എന്താടോ പോകുന്നില്ലേ? അത് പിന്നെ, എന്തു പറ്റി? ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ? അതെ മാം. ആരെയാ? റാമിനെയാണോ? ഗൗരി പിരികം ചുളിച്ചുകൊണ്ട് സംശയത്തിൽ കാഞ്ചനയെ നോക്കി. അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ കണ്ടായിരുന്നു രണ്ടുപേരും ക്ലാസ് റൂമിന് വെളിയിൽ നിന്ന് സംസാരിക്കുന്നത്. ഒരു മിസ്സായ ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. എന്നാലും പറയുക, നിങ്ങൾ രണ്ടുപേരും കാണാൻ നല്ല ജോഡിയാണ്. മാം എന്തോ തെറ്റിദ്ധാരണയിലാണ് ഇതെല്ലാം പറയുന്നത്. ഞാനും ആ വ്യക്തിയും തമ്മിൽ ഇതുവരെ ഒന്നുമില്ല. ഇന്ന് ആദ്യമായാണ് ഞാൻ ആ പയ്യനെ കാണുന്നത് പോലും. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. കൈപ്പിടിപ്പുള്ള സംസാരവും ഒക്കെ. കാഞ്ചന ചെറിയ ചിരിയോടെ പറഞ്ഞു. മാം, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് അയാളെ അറിയുക പോലുമില്ല. ശരി ശരി, ഇയാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഞാനില്ല, കാഞ്ചന അർത്ഥം വെച്ച് പറഞ്ഞു. പെട്ടെന്നാണ് അങ്ങോട്ടേക്കൊരു ഓട്ടോ വന്നത്. അതിൽ നിന്നും 2 പേര് ഇറങ്ങി വന്നു. ഗൗരി അവരെ കണ്ടതും ഒന്ന് ഭയന്ന് പിന്നോട്ടാഞ്ഞു. അത് നല്ല വ്യക്തമായി കാഞ്ചന കാണുകയും ചെയ്തിരുന്നു. എന്തു പറ്റി? പെട്ടെന്നുള്ള ഗൗരിയുടെ മുഖത്തെ ഭയം കണ്ട് കാഞ്ചന തിരക്കി. ഒന്നുമില്ല മാം, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഗൗരി അതും പറഞ്ഞ് പോകാനാഞ്ഞതും ശില്പ അവൾക്കരിയിലേക്ക് വന്നു. കൂടെ ആതിരെ. മോളെ ഗൗരി, അമ്മായിയെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകുവാണോ? ദയനീയമായ അവരുടെ ചോദ്യം കേട്ട് ഗൗരി ഒരു നിസ്സഹായതയോടെ അവരെ നോക്കി. ആതിരയുടെ മുഖത്തെ അഹങ്കാരം ഒന്ന് കുറഞ്ഞതായി അവൾക്ക് തോന്നി. ചേച്ചി. പെട്ടെന്ന് ആതിര വിളിച്ചതും ഗൗരി ഒരു ഞെട്ടലോടെ അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. പേടിക്കണ്ട മോളെ, ഉപദ്രവിക്കാൻ വന്നതല്ല. മോളെ കാണണമെന്ന് കുറച്ചായി മനസ്സിൽ തോന്നുന്നു. ഇനിയും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് വന്നതാ. ഗൗരി ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി നിന്നു. എന്നാൽ അപ്പോഴേക്കും കാഞ്ചനയ്ക്ക് പോകാനുള്ള ബസ് വന്നിരുന്നു. എന്താണ് പിന്നീട് നടക്കുന്നതെന്നറിയാൻ കാഞ്ചന വലിയ ത്രില്ലിലായിരുന്നു. എന്നാൽ ബസ് വന്നതോടെ കാഞ്ചന അവിടെ നിന്നും പോയി. മോൾക്ക് വിരോധമില്ലേൽ അല്പനേരം നമുക്ക് എങ്ങോട്ടേലും ഇരുന്ന് സംസാരിച്ചാലോ? അത് പിന്നെ എനിക്ക്. മോളൊന്നും പറയണ്ട, അല്പനേരം സംസാരിച്ചേ പറ്റൂ. ഒന്നല്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മായിയല്ലേ? അത് പറയുമ്പോൾ ശില്പയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ഗൗരി കണ്ടു. അവളിൽ ആ പഴയ സഹതാപം മുള പൊട്ടുന്നത് ആതിരയും ശില്പയും കണ്ടു. അതെ മേഡം, ഞാൻ എന്ത് വേണം? നിൽക്കണോ പോണോ? പൊയ്ക്കോളൂ, ശില്പ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു. അതെ, ചുമ്മാ പോവാണോ? ഒന്നും പറ്റില്ല. ഓട്ടം വന്ന ക്യാഷ് ഇങ്ങിതാ. ചേച്ചി പോയിട്ട് വേറെ പണിയുള്ളതാ. മോളെ ഗൗരി, മോളുടെ കയ്യിൽ ക്യാഷും എല്ലാം കാണും. എത്രയാ ഓട്ടോ ചാർജ്? ശില്പ ഡ്രൈവറോട് തിരക്കി. 210. ഗൗരി പണം അമ്മായിക്ക് നേരെ നീട്ടി. ബാക്കി ഡ്രൈവർ തിരികെ നൽകി. അദ്ദേഹം മടങ്ങി. ഡ്രൈവർ ബാക്കി നൽകിയ പണം അമ്മായി ഗൗരിക്ക് നേരെ നീട്ടി. വേണ്ട, അമ്മായി വെച്ചു, ഗൗരി വിനയത്തോടെ പറഞ്ഞു. ഇവിടെ നക്കാപ്പിച്ച കുണുവ കിട്ടിയിട്ട് വേണമല്ലോ നാളെ BMW വാങ്ങാൻ, അമ്മായി മനസ്സിൽ അതിശയത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സിദ്ധാർത്ഥ് എത്തിയിരുന്നു. ദൂരെ നിന്നും അല്പനേരമായി അവൻ അവരെ മൂവരെയും വീക്ഷിക്കുന്നു. ഇനിയും അതൊന്നും കണ്ടു നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് കാർ അവർക്കരികിലേക്ക് വന്നു നിർത്തി. ഗൗരി ഒരു വേള ഒന്ന് ഭയന്നു. ഈശ്വര, സിദ്ധാർത്ഥ്. അവൾ വിറയാർന്ന കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് കാറിലേക്ക് നോക്കി. എന്താ ഇവിടെ? പെട്ടെന്ന് അവൻ്റെ ശബ്ദം പിന്നിൽ നിന്നും കേട്ടതും ശില്പയും ആതിരയും ഒന്ന് ഭയന്നു. ഇവൻ ഇവിടെ? ഇരുവരും സംശയത്തിൽ ഓർത്തു. എന്താ ഗൗരി, എന്താ ഇവിടെ? അത് സിദ്ധാർത്ഥ്, അമ്മായിയും ആതിരയും എന്നെ കാണാൻ അവൾ വിക്കി പറഞ്ഞു. എന്നിട്ട് കണ്ടില്ലേ? ഇനി വന്ന് കാറിൽ കയറ്, സിദ്ധാർത്ഥ് കടുപ്പം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മോനെ സിദ്ധാർത്ഥ്, ഞങ്ങൾ മോളോടല്പം സംസാരിക്കാൻ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല മിസ്സസ് പ്രഭാകർ. മോനെ അങ്ങനെയൊന്നും പറയരുത്. മോളെ ഒന്ന് കാണണം, ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കണം. അതുമാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. അതിന് നടുറോഡിൽ വെച്ച് വേണോ നിങ്ങളുടെ പ്രഹസനം? അങ്ങനെയല്ല മോനെ, മോളെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് എന്നേ ഉള്ളൂ. ഞങ്ങൾ ഏതേലും ഒരു കഫേലിരുന്ന് സംസാരിക്കാമെന്ന് കരുതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അല്പനേരം സംസാരിക്കാനാണ് വീട്ടിലേക്ക് പോരെ, അല്ലാതെ ഗൗരിയുമായി വഴിയിൽ വെച്ചുള്ള ലാളനയും സ്നേഹമൊന്നും വേണ്ട. ഗൗരി വന്ന് കാറിൽ കയറ്. സിദ്ധാർത്ഥിൻ്റെ പരുക്കം ശബ്ദം അവളിൽ നേരിയ ഭയം സൃഷ്ടിച്ചു. കാറിൽ കയറുമ്പോൾ ഗൗരി പതിയെ അമ്മായിയെയും ആതിരയെ ഒന്ന് നോക്കി. സിദ്ധാർത്ഥ് അവരെ കൂടെ. അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. എന്തിന്? അമ്മായിയുടെ അവസ്ഥ കണ്ടിട്ട് എന്തോ പറയാനുള്ള പോലെ. ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും സംസാരിക്കാനെങ്കിലും നിന്ന് കൊടുത്തൂടെ? നീ പഠിക്കില്ല ഗൗരി, എത്ര കിട്ടിയാലും നീ പഠിക്കില്ല. അവൻ സ്റ്റിയറിംഗിൽ മുറുക്കിക്കൊണ്ട് പറഞ്ഞു. പ്ലീസ് സിദ്ധാർത്ഥ്, ഈ ഒരു പ്രാവശ്യത്തേക്ക് മതി. അവരോട് വന്ന് കാറിൽ കയറാൻ പറ. താല്പര്യമില്ലാതെ ആണേലും അവൻ ഗൗരിക്ക് വേണ്ടി പറഞ്ഞു.
അതവളിൽ ഒരു ചിരി വിരിയിച്ചു. അമ്മായി വാ, എന്തായാലും വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ഗൗരി അത് പറയേണ്ട താമസം അമ്മായി ആതിരയുടെ കൈയും പിടിച്ചുകൊണ്ട് കാറിൽ കയറിയിരുന്നു. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന മട്ടായിരുന്നു ആതിരയുടേത്. എല്ലാം അവരുടെ പഴയ ജീവിതം തിരിച്ചു പിടിക്കാനാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് എല്ലാറ്റിനും സമ്മതം മാത്രമായിരുന്നു. പോകും വഴി ആരും ഒന്നും മിണ്ടിയില്ല. ഇടയ്ക്ക് സിദ്ധാർത്ഥ് ഗൗരിയോടായി തിരക്കി, വല്ലതും കഴിക്കാൻ വേണോ അതോ വീട്ടിൽ പോയിട്ട് കഴിക്കുന്നോ, എന്താ വേണ്ടേ? സിദ്ധാർത്ഥ് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ, അവൾ മറുപടി നൽകി. അമ്മായി നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഗൗരി വിനയത്തോടെ ചോദിച്ചു. ആ മോളെ, കഴിച്ചിട്ട് ഇറങ്ങി. പിന്നീട് വീട്ടിലെത്തും വരെ നിശബ്ദത തളം കെട്ടി നിന്നു. അല്പനേരം കഴിഞ്ഞ് വാസു അകത്തേക്ക് കയറിയത് സിദ്ധാർത്ഥ് നീട്ടി വിളിച്ചു. അദ്ദേഹം അടുക്കളയിൽ തിരക്കിട്ടെന്തോ പണിയിലായിരുന്നു. സിദ്ധാർത്ഥിന്റെ ശബ്ദം കേട്ടതും അയാൾ പുറത്തേക്ക് വന്നു. എന്താ കുഞ്ഞേ? വാസു, ഇവർക്ക് കുടിക്കാൻ വല്ലതും കൊടുക്ക്. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് മുകളിലേക്ക് നടന്നു. വാസു വാതിൽക്കലേക്കൊന്നും നോക്കി. ശില്പയും ആതിരയും കണ്ടതും അദ്ദേഹത്തിന് വല്ലാതെയായി. ആ കുഞ്ഞിന്റെ ജീവിതം ഇനിയും തകർക്കാനാണോ ഈ 2 ജന്മങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അദ്ദേഹം മനസ്സിലോർത്തു. വാസുവിനെ അവിടെ കണ്ടതും ശില്പയ്ക്ക് അടി കിട്ടിയതുപോലെയായിരുന്നു. പണ്ട് ഗൗരിയുടെ അച്ഛനുള്ളപ്പോൾ അവിടുത്തെ വിശ്വസ്തനായ പണിക്കാരനും രാമചന്ദ്രന്റെ സുഹൃത്തുമായിരുന്നു ഈ വാസു. രാമചന്ദ്രൻ മരിച്ചതും വീട് പ്രഭാകർ കൈക്കലാക്കിയപ്പോൾ അവിടെയുള്ള ജോലിക്കാരെയെല്ലാം കൊച്ചമ്മ ചമഞ്ഞിറക്കി വിട്ടവളാണ് ഈ ശില്പ. വീണ്ടും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ശില്പ പ്രതീക്ഷിച്ചില്ല. ശില്പയുടെ മുഖത്തെ വല്ലായ്മ നന്നേ തെളിഞ്ഞു കാണായിരുന്നു. അമ്മായി ആതിരെ, ഇങ്ങോട്ടേക്കിരിക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓ ആയിക്കോട്ടെ മോളെ, അമ്മായി സംസാരത്തിൽ സ്നേഹം കലർത്തി പറഞ്ഞതും. അല്പം കഴിഞ്ഞതും വാസു 2 ഗ്ലാസ് ജ്യൂസുമായി അങ്ങോട്ടേക്ക് വന്നു. അവർക്ക് മുന്നിൽ വെച്ച് വാസു അകത്തേക്ക് തന്നെ പോയി. പണ്ട് നമ്മളെ കാണുമ്പോൾ മുട്ടുവിറച്ചിരുന്നവന് ഇന്ന് കണ്ടില്ലേ, ആ മുഖത്ത് കാണാൻ അഹങ്കാരം. അത് ആതിരയോട് പറയുമ്പോൾ ശില്പ വാസുവിനെ കടുപ്പിച്ചൊന്ന് നോക്കി. ഗൗരി സിദ്ധാർത്ഥിൻ്റെ കൂടെ ആണെന്നറിയാം, പക്ഷെ ഇത്രയും വലിയ കൊട്ടാരമാവും അവൻ്റെ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല, ആതിര പറഞ്ഞു. അവളുടെ യോഗം, അല്ലാതെ എന്ത് പറയാൻ. അമ്മയ്ക്കും മകൾക്കും അവളുടെ ഈ സുഖസൗകര്യം കണ്ട് കണ്ണ് തള്ളി കുശുമ്പ് കുത്തുന്നുണ്ടായിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ഗൗരിയും സിദ്ധാർത്ഥും താഴേക്ക് വന്നു. അവർ ഇരുവരും മറ്റു 2 പേർക്ക് അഭിമുഖമായിരുന്നു. വന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ, സിദ്ധാർത്ഥ് മുഖവരെ ഇടാതെ പറഞ്ഞു. മോനെ, അത് പിന്നെ പറഞ്ഞോളൂ. മോളോട് ചെയ്യുന്നതെല്ലാം പൊറുക്കാനാവാത്ത തെറ്റാ. അതിനിന്ന് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നുമുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ അറിയാലോ, സമൂഹത്തിൽ ഒരു വിലയും കിട്ടുന്നില്ല. അതിനും വലിയ വിഷമമാണ് ജീവിതം മുഴുവൻ നരകതുല്യമായത്. സിദ്ധാർത്ഥ് എല്ലാം അശ്രമനായി കേട്ടുകൊണ്ട് ചുണ്ടിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് കേട്ടു നിന്നു. ഇതെല്ലാം നിങ്ങളായി വരുത്തി വെച്ചതല്ലേ? പിന്നെ നിങ്ങൾ പറയുന്ന പദവി, അഭിമാനം, ഇതെല്ലാം ദേ ഗൗരിയുടെ അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കൾ തട്ടിയെടുത്തുണ്ടാക്കിയതല്ലേ? അപ്പോൾ പിന്നെ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ മിസ്സസ് പ്രഭാകർ? സിദ്ധാർത്ഥിൻ്റെ ആ ചോദ്യം ശില്പയുടെ കരണത്ത് പതിക്കാതെ പോയ അട്ടിയായിരുന്നു. മോനെ, അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. ഇനി ആ തെറ്റുകളൊന്നും ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാനാവില്ലല്ലോ. ശില്പ എളിമയോടെന്നാണോ ഉള്ളിൽ അത്രമേൽ അരിശത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉള്ള പുച്ഛം മാത്രമായിരുന്നു. ശരി, എല്ലാം വിട്ടേക്ക്. ഇപ്പോൾ എന്താ കാര്യമെന്ന് മാത്രം പറയും. മോനെ, അത് പിന്നെ ഞങ്ങൾക്കല്പം പണം വേണം, പിന്നെ ആ വീടും. അത് കേട്ടപ്പോൾ ഗൗരിയുടെ മുഖം അവജ്ഞതയോടെയായി. എങ്ങനെ അമ്മായിക്ക് അത് ചോദിക്കാൻ തോന്നുന്നു എന്നാ പാവം. അതെങ്ങനെ തരും മിസ്സസ് പ്രഭാകർ? അത് ഗൗരിയുടെ അച്ഛൻ്റെ വീടല്ലേ? അതേ മോനെ, അതെല്ലാം ശരിയാണ്. ദേ മോൾക്കിപ്പോൾ അതിനേക്കാൾ സൗകര്യമുള്ളൊരു വീട് കിട്ടിയില്ലേ? അപ്പുവിനാവട്ടെ വലിയൊരു ഫ്ലാറ്റും. ഇത്രയും കാലം മോളുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ നോക്കി നടന്ന് ഞങ്ങളും ആവട്ടെ തെരുവിലും. നോക്കി നടന്നോ അതോ തുലച്ചു കളഞ്ഞോ? സിദ്ധാർത്ഥ് ചോദിച്ചതും ശില്പ ആതിരയെ നോക്കി. കൊടുക്ക്, മറുപടി എന്താണെന്ന് വെച്ചാൽ കൊടുക്ക് എന്ന പാവമായിരുന്നു ആതിരയ്ക്ക്. മോനെ, ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എന്ത് പറഞ്ഞില്ലേ, ചെയ്തു പോയി. ഗൗരി, ഇത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല, നിന്റെ അച്ഛൻ്റെ വിയർപ്പാണ്. നീ പറയുന്ന പോലെ നടക്കട്ടെ. വീട് ഇവർക്ക് തിരികെ നൽകണോ? സിദ്ധാർത്ഥ് അവരുടെ മറുപടിക്കായി കാത്തു. ഗൗരി അമ്മായിയെയും ആതിരയെയും മാറി മാറി നോക്കി. ആതിരയ്ക്ക് അപ്പോഴും മുഖത്തൊരു നേരിയ പുച്ഛം പ്രകടമായിരുന്നു. സിദ്ധാർത്ഥ്, വേണ്ട. അതെൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചു പണിത വീടാണ്. അത് അമ്മായിക്ക് കൊടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ വീടിൻ്റെ ഓരോ മൂലയിലും എൻ്റെ അച്ഛനും അമ്മയും നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ വീട് എനിക്ക് വേണം സിദ്ധാർത്ഥ്. ശില്പയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. മുഖത്തെ ഭാവമാറ്റങ്ങൾ സിദ്ധാർത്ഥ് വ്യക്തമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു.
ഒരു പക്ഷേ സിദ്ധാർത്ഥ് അവിടെ ഇല്ലായിരുന്നേ ശില്പ ഗൗരിയെ തല്ലിച്ചതച്ചേനെ. കേട്ടില്ലേ മിസ്സസ് പ്രഭാകർ, അവൾക്ക് ആ വീട് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ താല്പര്യമില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് അതങ്ങ് മറന്നേക്ക്. മോളെ ഗൗരി, അങ്ങനെ പറയല്ലേ. ആ വീടാണ് ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയത്. എന്നോട് ക്ഷമിക്കണം അമ്മായി. ആ വീട് എൻ്റെ അച്ഛൻ്റെ സ്വപ്നമാണ്. അതിനെ വെറുതെ തട്ടിക്കളിക്കാൻ ഞാൻ ഒരുക്കമല്ല. മോളെ, മോൾക്കറിയാലോ ആതിരമോളുടെ വിവാഹം അടുത്തു വരുക. കിരൺ പറഞ്ഞ ഡിമാൻഡുകൾ നടന്നാൽ മാത്രമേ ഈ വിവാഹം നടക്കൂ. മോളായിട്ട് എൻ്റെ മോളുടെ ഭാവി കളയരുത്. കിരണിൻ്റെ പേര് കേട്ടതും ഗൗരി സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. അവനും അവളെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മായി, വേറെ എന്തു വേണേലും ഞാൻ ചെയ്തു തരാം. പക്ഷേ ആ വീട് മാത്രം ഞാൻ തരാൻ ഒരുക്കമല്ല. പിന്നെ ആ വീട് എൻ്റെ പേരിൽ മാത്രമല്ല, അപ്പുവിൻ്റെ പേരിൽ കൂടെയാണ്. അവനോട് ചോദിക്കാനുള്ള ധൈര്യമുണ്ടേ അമ്മായിക്ക് ചോദിച്ച് തീരുമാനം എന്നെ അറിയിക്കാം. അവൻ എന്തു പറയുന്നു അതാവും എൻ്റെയും തീരുമാനം. മോളെ, അപ്പു ഞങ്ങളെ കാണുമ്പോൾ തന്നെ കല്ലുതുള്ളിയാണ് വരുന്നത്. അത്രയ്ക്ക് നിങ്ങൾ അവനോട് ചെയ്തില്ലേ? പാവം എൻ്റെ കുട്ടി വേദന ചലറി വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയല്ലേ ഞങ്ങളെ ഇറക്കി വിട്ടതുപോലും. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. അന്നത്തെ ആ സമയത്ത് പറ്റിപ്പോയതാ. അത് പറയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ നിറയുന്നു. അപ്പുവിനെ തിരികെ തന്നത് അവളുടെ സിദ്ധാർത്ഥാണ്. അതുകൊണ്ട് അവൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം ഗൗരിക്കൊരു തീരുമാനമെടുക്കാനില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടും വീടിൻ്റെ കാര്യം തീർപ്പാവില്ലെന്നത് കണ്ടതും ശില്പയും ആതിരയും പതിയെ അവിടെ നിന്ന് പോയി. അവരുടെ വരവിൽ പഴയ പലതും ഗൗരിയുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി. അന്നത്തെ പൊട്ടിപ്പെണ്ണിൽ നിന്നും ഇന്നത്തെ ഗൗരിയിലേക്കുള്ള മാറ്റം അവളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഇടയ്ക്കെപ്പോഴോ കിരണിൻ്റെ മുഖം ഉള്ളിൽ അലയടിച്ചു. അറിയാതെ മിഴികളൊന്ന് നിറഞ്ഞു. എത്രയൊക്കെ വെറുപ്പാണെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും മരിച്ച ശേഷം തന്നെ ചേർത്ത് പിടിച്ചതും കളിയായി ആണേലും തന്നെ പ്രണയിച്ചതുമെല്ലാം അവളിൽ മിന്നിമറിഞ്ഞു. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും അവളെ സിദ്ധാർത്ഥ് വട്ടം കെട്ടിപ്പിടിച്ചത്. പെട്ടെന്ന് അവൾ കണ്ണുകൾ തുടച്ചു. എന്താണോ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. സിദ്ധാർത്ഥ് അവന് നേരെ തിരിച്ചു നിർത്തി. എന്താണോ, എന്തിനാ വിഷമിക്കുന്നേ? എത്രയൊക്കെ അവൻ ചോദിച്ചിട്ടും അവൾക്കൊന്നും പറയാനാവുന്നില്ലായിരുന്നു. പറയുകയാണെങ്കിൽ തന്നെ അവൾ എന്തു പറയാനാണ്? പഴയ പ്രണയകഥകൾ ഓർത്ത് കരയുവാണെന്നോ? എത്രയൊക്കെ അവൻ ചോദിച്ചിട്ടും അവൾക്കൊന്നും പറയാനാവുന്നില്ലായിരുന്നു. സിദ്ധാർത്ഥ് അവളെ ഒന്നുകൂടെ അവനോട് ചേർത്ത് പിടിച്ചു. കാര്യം പറ, എന്താ പറ്റിയേ? അമ്മായിക്ക് ആ വീട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പരിഭവമാണോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒന്നുമില്ല സിദ്ധാർത്ഥ്, ഞാൻ പഴയ പലതും ഓർത്ത്. പലതും എന്ന് പറഞ്ഞാൽ അവൻ അവളുടെ മുഖത്തോട് താഴ്ന്നു വന്ന് ചോദിച്ചു. അച്ഛനും അമ്മയുമുള്ള കാലം, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. ആ കള്ളം അവളുടെ നാവിൽ നിന്നും പുറത്തു വരുമ്പോൾ അവൾക്കുള്ളിൽ വല്ലാത്ത കുറ്റബോധമുണ്ടായിരുന്നു. തന്നെ അത്രമേൽ സ്നേഹിക്കുന്നവനെ നുണ പറഞ്ഞ് പറ്റിക്കുന്നതിലുള്ള കുറ്റബോധം. ഇപ്പോൾ താൻ എൻ്റെ കൂടെ സന്തോഷത്തിലല്ലെന്നാണോ ഈ പറഞ്ഞതിലെപ്പോലും? പെട്ടെന്ന് അവൾ തിരിഞ്ഞവനെ നോക്കി. അല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ കൂടെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. കുഞ്ഞിലെ കാര്യങ്ങളാണ് ഞാൻ ശരി, അതൊക്കെ പോട്ടെ. ഞാൻ മറ്റന്നാൾ പോകും മലേഷ്യയിലേക്ക്. പെട്ടെന്ന് പോകണം. താനിപ്പോൾ നല്ല മിടുക്കി കുട്ടിയായി. എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്താ? അവൻ അവളുടെ തോളിൽ പിടിച്ച് മുന്നോട്ട് തള്ളിക്കൊണ്ട് റൂമിലെത്തിയതും അവൾ അവനെ നിറകണ്ണുകളോടെ നോക്കി. എന്ത് പറ്റി? പോണോ എന്ന് അത്രയ്ക്ക് അത്യാവശ്യമാണോ? പിന്നെ പോവാതെ? അത്രയും അത്യാവശ്യമായതുകൊണ്ടല്ലേ പോകുന്നേ? ഇല്ലെങ്കിൽ അമനെയോ വിമലിനെയോ അയച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ തന്നെ പോകണം. പെട്ടെന്ന് വരുമോ? പിന്നെ വരാതെ. താനിവിടെ ഒറ്റയ്ക്കല്ലേ? അത് കേൾക്കുമ്പോൾ അവൾക്കുള്ളിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. എന്നാലും കുറച്ച് ദിവസം അവനെ പിരിഞ്ഞിരിക്കുന്നതിൽ അവൾ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നിരുന്നു. സിദ്ധാർത്ഥ് കൂടെ പോയാൽ താൻ ഒറ്റയ്ക്കാവും. സത്യത്തിൽ ഇപ്പോൾ സിദ്ധാർത്ഥാണ് അവളുടെ മനക്കരുത്ത്. അവൻ അടുത്തില്ലെങ്കിൽ എല്ലാം താളം തെറ്റുന്നത് പോലെയാണ്. എല്ലാവരെയും ഭയമാണ്. അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കിയ സിദ്ധാർത്ഥിന് മനസ്സിലായി അവൾ എന്തോ വലിയ ചിന്തയിലാണെന്ന്. ഗൗരി, അവനൊന്ന് വിളിച്ചു. സ്വപ്നത്തിൽ നിന്നെന്ന പോലെ അവൾ ഞെട്ടി ഉണർന്നു. എന്താ സിദ്ധാർത്ഥ്? എന്താടോ ഇത്രയും ചിരിക്കാൻ? സിദ്ധാർത്ഥ്, എനിക്കെന്തോ വല്ലാത്ത ഭയം. എന്തിന് സിദ്ധാർത്ഥ്? നിങ്ങൾ പോയാൽ എനിക്കിവിടെ ഒറ്റയ്ക്ക് പേടിയാണ്. ഞാൻ ആകെ തളർന്നു പോകും. അവൾ അത് പറഞ്ഞവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഗൗരി, നീ പേടിക്കണ്ട. ഞാൻ പെട്ടെന്ന് വരും. കൂടിപ്പോയാൽ 2 ആഴ്ച. അതിനുള്ളിൽ ഞാനിങ്ങെത്തും. 2 ആഴ്ചയോ സിദ്ധാർത്ഥ്? അവൾ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി അവനെ നോക്കി. ദാ എന്ന് പറയുമ്പോഴേക്കും അതങ്ങ് പോകും എൻ്റെ പെണ്ണെ. പിന്നെ ഒന്നും അവൾക്ക് പറയാൻ തോന്നിയില്ല. ഇനി വല്ലതും പറഞ്ഞാൽ ഒരുപക്ഷെ അവന് പോകുവാൻ സമാധാനമുണ്ടാവില്ലെന്ന് അവൾക്ക് തോന്നി. അന്ന് രാത്രി
പതിവ് പോലെ ആഹാരം കഴിക്കാൻ ഇന്ന് ഗൗരിയെ കണ്ടില്ല. വാസു ടേബിളിൽ ആഹാരം നിരത്തി വെച്ചു. ഗൗരി താഴേക്ക് വന്നില്ലേ? സിദ്ധാർത്ഥ് വാസുവിനെ നോക്കി തിരക്കി. ഇല്ല മോനെ, കുഞ്ഞ് വന്നിട്ടില്ല. ഞാൻ ദാ വരുന്നു. സിദ്ധാർത്ഥ് അതും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. ബെഡിൽ അസ്വസ്ഥതയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവളെ കണ്ടവൻ അവൾക്കരികിലേക്ക് ചെന്നു. അടുത്തേക്ക് എത്തിയപ്പോൾ കണ്ടു വയറിൽ അമർത്തിപ്പിടിച്ച തലയണ. ഗൗരി, അവൻ നേരിയ സ്വരത്തിൽ വിളിച്ചു. അവളൊരു ഞരക്കത്തോടെ വിളി കേട്ടു. എന്താടോ, എന്താ പറ്റിയേ? സിദ്ധാർത്ഥ്, എനിക്ക് തീരെ വയ്യ, അവൾ വേദനയോടെ പറഞ്ഞു. എന്തു പറ്റി? അവൾ പതിയെ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്, കരഞ്ഞു കലങ്ങിയ പോലെ. ഈ അല്പനിമിഷം കൊണ്ട് ഇവൾക്ക് എന്തു പറ്റിയെന്നായിരുന്നു അവൻ ചിന്തിച്ചത്. എന്താടോ, കാര്യം പറ. സിദ്ധാർത്ഥ്, എനിക്ക് നല്ല വയറുവേദനയുണ്ട്. അവനൊന്നും മനസ്സിലാകാത്തതുപോലെ അവളെ ഒന്നുകൂടെ നോക്കി. ബിസിനസ് മാത്രമേ അപ്പോൾ ഈ തലയിലുള്ളൂ എന്ന് അവളൊന്ന് ചിന്തിച്ചു. സിദ്ധാർത്ഥ്, എനിക്ക് പീരീഡ്സ് ആണ്. താൻ എന്തേ അത് നേരത്തെ പറഞ്ഞില്ല? പറഞ്ഞിരുന്നേ ഞാൻ ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് തരുമല്ലായിരുന്നോ? വയറൊന്ന് ചൂട് പിടിച്ചാൽ ഒന്ന് ശരിയാവും. അത്രയും പറഞ്ഞവൻ അവളുടെ കബോർഡ് തുറന്നുകൊണ്ട് ഹോട്ട് ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു. സിദ്ധാർത്ഥ് വേണ്ട എന്ന് ഗൗരി വിളിച്ചു പറയുമ്പോഴേക്കും അവൻ റൂമിൽ നിന്നും പാഞ്ഞു പോയിരുന്നു. ധൃതിപ്പെട്ടു വരുന്ന സിദ്ധാർത്ഥിനെ കണ്ട വാസു അങ്കലപ്പോടെ നോക്കിയിരുന്നു. എന്താ മോനെ, എന്തു പറ്റി? വാസു അങ്കിൾ, ചൂടുവെള്ളമുണ്ടോ? ധൃതിപ്പെട്ടവൻ തിരക്കി. ഉണ്ട് മോനെ. എങ്കിൽ വേഗം ഇതിലൽപ്പം താ. ഹോട്ട് ബാഗ് കണ്ടതും വാസു സിദ്ധാർത്ഥിനെ നോക്കി.